ഡൽഹി വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ ചർച്ചയാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പരിക്കേറ്റ വിദ്യാർത്ഥി എത്തിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ കള്ളം പറയുന്നത് അവസാനിപ്പിക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന പ്രതികരണം. എന്താണ് സംഭവിച്ചത്? എന്താണ് ആരോപണം? ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ സാഹിൽ എന്ന യുവാവിന് മുഖത്തിനും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധി സമാധാനപരമായി ദേശീയ പതാക കയ്യിൽ പിടിച്ച് പ്രതിഷേധിക്കുമ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചാണ് ഇയാളെ വെടിവെച്ചതെന്ന് ആരോപിച്ചു. വിദ്യാർത്ഥിയുടെ കണ്ണിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് സർക്കാർ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അവരുടെ ഭാവി സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെയാണ് അവരുടെ ഭാവിയെ ആക്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും രാഹുൽ ഗാന്ധി വീണ്ടും ആവശ്യപ്പെട്ടു. അദ്ദേഹം ക്രിമിനൽ എഡ്യൂക്കേഷൻ മന്ത്രി എന്ന കടുത്ത വിശേഷണവും ഉപയോഗിച്ചു. പരീക്ഷാ ക്രമക്കേടുകളും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമുള്ള സർക്കാർ സമീപനവും ഇതിന് കാരണമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ മറുവശത്ത് ഡൽഹി പോലീസിന്റെ നിലപാട് പൂർണ്ണമായും വ്യത്യസ്തമാണ്. പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. തങ്ങളുടെ ആയുധ ശേഖരത്തിൽ തന്നെ പെല്ലറ്റ് ഗണ്ണുകൾ ഇല്ലെന്നും അത്തരമൊരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് അറിയിച്ചു. അതിനാലാണ് ഇപ്പോൾ പ്രധാന ചോദ്യം ഉയരുന്നത്. വിദ്യാർത്ഥിയുടെ പരിക്ക് എങ്ങനെ സംഭവിച്ചു? അത് ശരിക്കും പെല്ലറ്റ് ഗൺ മൂലമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ? ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന്റെ ആവശ്യകതയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയം കൂടുതൽ ഗൗരവതരമാകുന്നത് ഇന്ത്യയിൽ പെല്ലറ്റ് ഗൺ എന്ന ആയുധത്തിന്റെ ചരിത്രം കൊണ്ടാണ്. പെല്ലറ്റ് ഗണ്ണുകൾ പ്രധാനമായും ജമ്മു കാശ്മീരിലെ ജനക്കൂട്ട നിയന്ത്രണത്തിനായി ഉപയോഗിച്ചതിന്റെ പേരിൽ വർഷങ്ങളായി വിവാദമായ വിഷയമാണ്. നിരവധി മനുഷ്യാവകാശ സംഘടനകളും ഡോക്ടർമാരും ഇത്തരം ആയുധങ്ങൾ സ്ഥിരമായ കാഴ്ചാനഷ്ടം ഉൾപ്പെടെയുള്ള ഗുരുതര പരിക്കുകൾക്ക് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനകളുടെ വിമർശനത്തിനും ഇത് മുൻപ് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അത്തരമൊരു ആയുധം ഉപയോഗിച്ചെന്ന ആരോപണം ഉയർന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം പാർലമെന്റിലും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുകയാണെന്നുമാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങളാണ്. ഒരു വശത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവെന്നാണ് ആരോപിക്കുന്നത്. മറുവശത്ത് ഡൽഹി പോലീസ് അത് പൂർണ്ണമായി നിഷേധിക്കുന്നു. അതിനാൽ ഈ വിഷയത്തിൽ അന്തിമ നിഗമനത്തിലെത്താൻ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകളോ തെളിവുകളോ നിർണായകമാകും. ജനാധിപത്യത്തിൽ പ്രതിഷേധം ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. അതേസമയം നിയമവും ക്രമവും പാലിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുമുണ്ട്. ഈ രണ്ടു കാര്യങ്ങൾക്കിടയിൽ ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഭരണത്തിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷയും അവരുടെ ശബ്ദവും കേൾക്കപ്പെടുന്നതും ഒരുപോലെ പ്രധാനമാണ്.